ഹലോ ഓൾ, ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെയധികം യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്സാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ പാത്രത്തിൽ അടി പിടിക്കുന്നത് സാധാരണമാണ്. അതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അലുമിനിയം ആണെങ്കിലും ഏത് പാത്രമാണെങ്കിലും എളുപ്പത്തിൽ അടി പിടിക്കാറുണ്ട്. അപ്പോൾ അടി പിടിച്ച പാത്രം നമ്മൾ കഴുകാൻ നേരത്തെ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കഴുകുന്നത്. എന്നാലും കഴുകിയാലും മുഴുവനായിട്ടും പോകണമെന്നില്ല. അപ്പം ഇതെങ്ങനെ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം വേണ്ടത് വിനാഗിരിയാണ്. അപ്പം ഈ അടുക്കി ഒഴിച്ച പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇച്ചിരി ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അതിനുശേഷം എത്രയാണ് വിനാഗിരി ഒഴിച്ചത് അത്രയും വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കുമ്പോൾ തന്നെ നമ്മളൊരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതങ്ങ് അടുക്കി പിടിച്ചതെല്ലാം അങ്ങ് ഇളകി പോരും. അതിനുശേഷം ഈ വെള്ളം അങ്ങ് കളയാം. പിന്നെ നമ്മൾ ഏത് പാത്രം കഴുകുന്ന ലിക്വിഡ് ആണോ ബാറാണോ ഏതാന്ന് വെച്ചാൽ അത് വെച്ച് അങ്ങ് കഴുകിയെടുത്താൽ മാത്രം മതി. അത് അടുക്കി പിടിച്ച പാടെല്ലാം പോയി പാത്രം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ടിപ്പ് നമ്പർ 2. നമ്മൾ ചിലപ്പം കടലയും പയറും എല്ലാം തലേന്ന് തന്നെ ചിലപ്പോൾ വെള്ളത്തിലിട്ടൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു എളുപ്പവഴിയുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം കടലയോ പയറോ എന്താണെന്ന് വെച്ചാൽ ഇടുക. അത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നല്ലോണം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി. അതിനുശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും, നല്ലോണം വേവുകയും ചെയ്യും. ടിപ്പ് നമ്പർ 3. നമ്മുടെ എല്ലാവരെയും വീട്ടിൽ പ്രിൻ്റുള്ള ഗ്ലാസ്സുകൾ ഉണ്ടാവും. ഇത് നമുക്ക് ജ്വല്ലറിയിൽ നിന്നെല്ലാം കിട്ടുന്നതുകൊണ്ട് എന്തായാലും അവർ പ്രിൻ്റ് ചെയ്തിട്ടേ തരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കളയാനും തോന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനും മടിയായിരിക്കും. അപ്പോൾ നമുക്കിനി എളുപ്പത്തിൽ ഇതിൻ്റെ പ്രിൻ്റ് എങ്ങനെ കളയാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം പ്രിൻ്റുള്ള ഭാഗം ഈ വിനാഗിരിയിൽ അങ്ങ് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ ഗ്ലാസ് എടുത്തിട്ട് കൈ കണ്ടോ തുണി കണ്ടോ അങ്ങ് അമർത്തി തുടച്ചാൽ മതി. പ്രിൻ്റ് എല്ലാം അങ്ങ് പോയി കിട്ടും. ഇത് പ്രിൻ്റ് ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4. ചില വീടുകളിലെ കണ്ണാടികൾ മങ്ങി പാണ്ടി പിടിച്ച പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മുഖം നോക്കിയാൽ വൃത്തിയായി കാണുകയില്ല. അപ്പോൾ ഈ കണ്ണാടികൾ എങ്ങനെ നമുക്ക് നല്ല വൃത്തിയായി ക്ലിയർ ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഭസ്മം ഇടും. ഈ ഭസ്മത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് പേസ്റ്റ് ആക്കി കൊടുക്കുക. ഇനി ഇതങ്ങ് കണ്ണാടിയിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് അങ്ങ് തേച്ച് വെച്ചാൽ മതി. അഞ്ച് മിനിറ്റിന് ശേഷം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നമുക്കിതങ്ങ് തുടച്ചു കൊടുക്കണം. പിന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് തുടച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണാടി നല്ല വൃത്തിയായിട്ട് വരുന്നതാണ്. നമ്മുടെ കണ്ണാടി ഒരു പാട് പോലും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് തിളങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അലമാരിയുടെയും കാറിൻ്റെയും എല്ലാം കണ്ണാടി നല്ല വൃത്തിയാക്കാം. ഗ്ലാസ് ഡോറിൻ്റെയും നമുക്ക് വൃത്തിയാക്കാൻ കഴിയും.
ഇപ്പം നിങ്ങളുടെ അടുത്ത് ഭസ്മം ഇല്ലെങ്കിൽ വിനാഗിരി വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാനും കഴിയും. വിനാഗിരി ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ അങ്ങ് തുടച്ചെടുത്താൽ മാത്രം മതി. അടുത്തത് ടിപ്പ് നമ്പർ 5. നമ്മുടെ വീട്ടിൽ പുളിയെല്ലാം കുറച്ചധികം കാലം വെക്കുമ്പം അതിൽ ഉച്ച വന്നിട്ട് ചില പ്രാണി പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പോ പൊടിയുപ്പോ ഏതാണെങ്കിലും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. ടിപ്പ് നമ്പർ 6. നമ്മുടെ എല്ലാവരെയും വീടുകളിൽ ഉപയോഗിക്കാതെ ക്ലാവ് പിടിച്ചെടുക്കുന്ന വിളക്കോ കിണ്ടിയോ ഓട്ടുപാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇനി അതെങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും പാത്രം കഴുകുന്ന ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്ക്രബ് കൊണ്ട് ഈ മിക്സ് എടുത്തിട്ട് നമുക്ക് നല്ലോണം തേച്ച് കൊടുത്താൽ മാത്രം മതി. വിളക്കൊക്കെ നല്ല പുത്തം പോലെ ആയി കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പുത്തൻ വിളക്കായിട്ടുണ്ട്. ടിപ്പ് നമ്പർ 7. നമ്മുടെ വീട്ടിലെ കടലയും പരിപ്പും പയറും എല്ലാം ചിലപ്പം ഉച്ച വരാൻ ചാൻസ് ഉണ്ട് പുറത്ത് അധികം നാൾ വെക്കുമ്പോൾ. പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അതിനുശേഷം ആവശ്യമുള്ളപ്പം എടുക്കുക, പിന്നെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെക്കുക. ടിപ്പ് നമ്പർ 8. നമ്മൾ തേങ്ങ അധികകാലം സൂക്ഷിക്കുമ്പം ചിലപ്പം കൊപ്രയായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ചൂട് സഹിക്കാതെ കൊപ്രയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ തേങ്ങ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിൽ സ്ഥലമില്ലെങ്കിൽ ഇതങ്ങ് നനച്ചു കൊടുത്താൽ മതി. ഡെയിലി 2 നേരം നനയ്ക്കാം. ടിപ്പ് നമ്പർ 9. നമ്മൾ ചിലപ്പം പുത്തൻ പാത്രം മേടിക്കുമ്പം അതിൽ സ്റ്റിക്കർ ഉണ്ടാവും. സ്റ്റിക്കർ നമുക്ക് ചിലപ്പം ഒലിച്ചെടുക്കുമ്പോൾ പകുതി പാത്രത്തിലും പകുതിയും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം മുഴുവനായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാത്രം നമുക്കൊന്ന് ചൂടാക്കുക. ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് ചൂടാക്കിയാൽ മതി. അതിനുശേഷം ഈ സ്റ്റിക്കർ അങ്ങ് ഒലിക്കുമ്പം എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു കിട്ടും. ജസ്റ്റ് 10 സെക്കൻഡ്സ് മാത്രമേ കാണിക്കാവൂ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ആണെങ്കിൽ അങ്ങ് ഉരുകിപ്പോവും. ടിപ്പ് നമ്പർ 10. നമ്മൾ തണുപ്പ് കാലത്ത് ദോശയ്ക്കുള്ള മാവൊക്കെ അരയ്ക്കുമ്പം തീരെ പുളിക്കാറില്ല. അപ്പം ഇതെങ്ങനെ എളുപ്പത്തിൽ പുളിപ്പിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ടവൽ എടുത്തിട്ട് ഈ മാവ് അരച്ച് വെച്ചിരിക്കുന്ന പാത്രം നല്ലോണം അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചാൽ മാത്രം മതി. പിറ്റേന്നാവുമ്പോഴേക്കും നല്ലോണം പുളിച്ച് കിട്ടും. എല്ലാവർക്കും ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.